ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളൊരു ചെമ്മീൻ തീയൽ ഉണ്ടാക്കാം. അതിന് നമ്മൾ ചെമ്മീൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കത്തിരിക്ക, പടവലങ്ങ, ചെറിയ ഉള്ളി, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളിക്ക, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെമ്മീന് ഉപ്പും മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം. ഉള്ളി വാട്ടാനും ഇടാം. ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം. കുറച്ച് തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ വയ്ക്കാം. നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കുറച്ചേറെ വേണം. ചെറിയ ഉള്ളിയും പച്ചമുളകും നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അത് കുറച്ച് വഴറ്റി വരുമ്പോൾ നമുക്ക് മറ്റുള്ള കഷ്ണങ്ങളും കൂടെ ചേർക്കാം. ഉള്ളി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് പച്ചമുളകും കത്തിരിക്കയും പടവലങ്ങയാണ് ചേർത്തിരിക്കുന്നത്. മുരിങ്ങയ്ക്കയും വേണമെങ്കിലും ചേർക്കാം. കുറച്ച് മലക്കറി ചേർക്കുന്നതായിരിക്കും കൊഞ്ച് തീയലിന് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പം നമ്മളിവിടെ പടവലങ്ങയും കത്തിരിക്കയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. തക്കാളിക്കയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതും ഒന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉപ്പും ചേർത്ത് ഒരു തക്കാളിക്കയും ചേർത്ത് വഴറ്റാം. ഒരുവിധം നല്ലപോലെ വഴറ്റിയാൽ മതിയാവും. തക്കാളിക്കയും പച്ചമുളകും ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തും അരച്ചും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെമ്മീൻ ചട്ടിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിക്കണം. തേങ്ങ നല്ലപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും അരച്ചെടുക്കാം. അപ്പം നമ്മൾ ചെമ്മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ വാട്ടിയ കഷ്ണങ്ങൾ ചേർത്ത് പുളിയും ചേർത്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പും ചേർക്കാം. നല്ലപോലെ ഇളക്കി പുളിയും ചേർത്ത് നമ്മൾക്കിതിന് വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് പുളിയും പിഴിഞ്ഞൊഴിച്ച് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതും നല്ലപോലെ അരച്ചെടുക്കാം. അധികം മൂത്ത് പോകണ്ട തേങ്ങ. നമ്മൾ അധികം അങ്ങ് മൂപ്പിച്ചിട്ടില്ല, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്കിതിന് ഉപ്പും തേങ്ങയിൽ നമ്മൾ വറുക്കുമ്പോൾ കുറച്ച് പൊടി തേങ്ങയിലും കുറച്ച് മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം. 2 ഉലുവയും ചേർത്ത് വേണം മൂപ്പിച്ചെടുക്കാൻ തേങ്ങ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൊഞ്ച് തീയൽ പാകമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കടുവും താളിച്ചതും കൂടെ ചേർക്കാം. കൊഞ്ച് തീയലിന് പറയും, അല്ലെങ്കിൽ ചെമ്മീൻ തീയലിന് പറയാം. നമുക്ക് ചെമ്മീൻ തീയൽ വറുത്തരച്ചതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം.